ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ട്രെയിനിലിരിക്കുന്നതാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായുള്ളൂ. യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല വ്യൂ ഉള്ള പച്ചപ്പുള്ള വയൽവരമ്പിലൂടെയൊക്കെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. നല്ല വെയിലുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നേരെ നടക്കുക. ഹലോ ഗൈസ്, നടന്ന് ഒത്തിരി ക്ഷീണിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള സ്ഥലം തേടി കിടക്കാണ്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അല്ല ഗൈസ്, നമ്മൾ വീണ്ടും എത്തി. ചപ്പാത്തി കുർമ അല്ല ഇഷ്ടു അല്ലേ കുർമയ ഏതൊന്നും സാധനം എന്താ എല്ലാവരും നല്ല ഓ കൃത്യം കിട്ടേ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ഇവിടുത്തെ ലൈഫ്. ഹലോ ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു വ്ളോഗ്. അവരവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന അതിൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുന്ന ആദ്യത്തെ വീഡിയോ യൂട്യൂബിൽ ഞാനായിരിക്കും. അതിൻ്റെ ഇടയിൽ അവരുടെ വോയിസും ഉണ്ട്, എൻ്റെ വോയിസും ഉണ്ട്. ഓക്കെ, നിങ്ങളെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ബോട്ടിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ടാണ്. ആൾക്കാരൊക്കെ ഉണ്ട്, ടൂറിസ്റ്റുകളൊക്കെ. അങ്ങനെ ബോട്ട് യാത്ര സ്റ്റാർട്ടൊക്കെ ചെയ്തു. ഇതേ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ. ലേക്കിൻ്റെ സൈഡ്, അതിന് ചുറ്റും അപ്പുറത്ത് മലകൾ, ഐലൻഡുകളൊക്കെയാണെന്ന് തോന്നുന്നു. കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കാണാൻ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ഇപ്പോഴത്തെ അവിടെ സമ്മർ സീസണാണ്. അപ്പോൾ അതിൻ്റെ നല്ല കട്ടിയുള്ള നല്ല അതേ മുഖത്തേക്കിടിക്കുകയാണ് വാവയുടെ. എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ ബോട്ട് സർവീസ് കഴിഞ്ഞ് ബോട്ടിലാണ് കഴിഞ്ഞ് അവർ തീരത്തേക്ക് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഐലൻഡിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. ഐലൻഡിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. വീഡിയോ അങ്ങനെ നമ്മൾ വേറൊരു ദ്വീപിൽ. ഇനി ഇവിടുന്ന് എന്തൊന്നാലും രക്ഷപ്പെടണമെങ്കിൽ ബോട്ട് തന്നെ വേണം. ഗ്യാസ് ബോട്ട് തന്നെ വേണം. ഒരാളിരിക്കണ ഇരിപ്പ് വേണ്ട. കണ്ട ഫുൾ നാട്ടിൽ നമ്മുടെ അപ്പ കിടക്കണം. അപ്പേ ഈ ദ്വീപ് വിട്ട് പോകണമെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് അങ്ങനെ എന്തെങ്കിലും വേണം ഗ്യാസ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇത് ഒരു ദ്വീപിൽ ദ്വീപാണ് ശരിക്കും. വെള്ളത്തിൻ്റെ സെൻറ്ററിലുള്ള ചെറിയൊരു ദ്വീപ്, വേറെ ഒന്നുമേ ഇല്ല. ഇനി കുറച്ചുകൂടി പോയി ഇങ്ങനെ കുളിക്കാനുള്ള സംഭവമൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞ വേറെ ദ്വീപില്ലേ, ഇവിടുന്ന് പാലം ആയിട്ട് നടന്നോണത്. ഇത് അങ്ങോട്ടാണ് നടന്നോണം. 2015 സാധനം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അതാ ഞാൻ ആ ബോട്ടുകാരോട് ചോദിച്ചത്. ആ ചെറിയൊരു ഇതാണില്ലേ, ഇവിടുന്ന് മറ്റേ ഈ വെള്ളത്തോടെ നടക്കണ ഇതുണ്ട്, നമ്മൾ തിരുമാല പോലെ ആടികളിന് ആ സാധനം. ഹലോ ഗൈസ്, ഫ്രണ്ട്സ് പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അവിടെ എന്തോ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഏതൊക്കെയോ പാലം ഉണ്ടായിരുന്നൊക്കെയാണ് ആൾ പറഞ്ഞു. എന്നോട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ അത് അവിടെ ചെന്നപ്പോൾ അവിടെ പൊളിച്ച് കളഞ്ഞെന്നൊക്കെയാണ് പറയണേ. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ഈ കാണുന്ന ദ്വീപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിലച്ച് നോക്ക്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തേ പതുക്കെ. അല്ല, ഇതാണ് ഇതൊക്കെ
സുമോട്ടോ കുറക്കി 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 അണ്ട ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ദ്വീപിലാണ്. അവിടെ ഒരു നിനക്ക് കഴിക്കാം, കുറച്ച് ഇരിക്കാം അവിടെ ഇല്ലാത്ത മക്കാത്ത കുടിക്കുന്നത്. ഗേസ് കണ്ട ഒരാൾ ക്ഷീണിച്ചു എന്ന്. കമോൺ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് ഒക്കെ ബാക്കി കാര്യങ്ങൾ എല്ലാവരും അടുത്തുനിന്ന് എല്ലാവരും അടുത്ത്. സ്കൂട്ടർ വന്നു, ഈ വഴിയൊക്കെ സ്കൂട്ടർ വന്നുണ്ടോ? ഇവിടുന്ന് ഇല്ലാന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ഇറങ്ങി നിർത്ത് അങ്ങോട്ട് ഇറക്കല്ല. പക്ഷെ അത് ഇനിയിപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ ഉച്ചത്തെ ബ്രേക്ക് ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഉണ്ട് എന്താ എല്ലാം പ്രൈവറ്റ് ഏരിയ, തൊട്ട് കഴിഞ്ഞാൽ വിട്ടു. ബാറുണ്ട്, സൈക്കിൾ റെന്റും ഉണ്ട്. ഇവിടെ എങ്ങനെ വിലയേക്കും മത്തം കുത്തി കുമ്പളം മുളക്കില്ല, പണ്ട് പോലെ കുമ്പളത്തിന്റെ ശീലാണ്. ഈ കാണുന്ന ദ്വീപിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒന്നിന് എഴുതിയ സ്ഥലത്ത് നമ്മൾ വന്ന് ബോട്ട് ഇറങ്ങിയത്. ഇപ്പം നമ്മൾ അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഈ പോയിന്റിലെത്തിയിരിക്കുകയാണ്. പിന്നെ ശനി ഫുള്ള് അങ്ങോട്ട് കയറ്റായി. ഈ 5 ഈ 6ൻ്റെ അവിടം വരെ ഫുൾ കയറ്റ, എന്താവുന്നത് പിടുത്തൊന്നുമില്ല. പിന്നെ ഫുള്ളും ഇറക്കം. ഇതാണ് നമ്മുടെ ഏരിയ. ഗേസ് ഞങ്ങൾ മടുത്ത് ആവശ്യമായിട്ട് ഒരിടത്ത് ഡ്രിങ്ക്സ് അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് ഇടുകടാ എൻ്റെ പൊന്നോ, ഈ ഏരിയ അല്ല. പിന്നെ ഭയങ്കര ഇതിനകത്ത് എന്ത് പഠിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ നമ്മുടെ ഷിബോണുള്ളതുകൊണ്ട് പറഞ്ഞാൽ എന്ത് എടുത്ത മക്കളെ എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അതുകൊണ്ട് ഹലോ ഗൈസ്, ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അവർ സ്നാക്സ് ഇതൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര വെയിലും ചൂടും കാരണം അവർ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഒത്തിരി നടന്ന് ക്ഷീണിച്ചു എന്നാണ് പറഞ്ഞത്. കുറേ നടക്കാനുണ്ട്, ഇനിയും നടക്കാനുണ്ട്. അവർ കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ട്രാവലിങ്. അപ്പോൾ ഇങ്ങനെ ഈ വെയിലൊന്നും കൊണ്ട് ശീലമില്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും ടൈമൊക്കെ എടുത്ത് നടന്ന് പോകാമെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ സമയം 1:30 ആയിരിക്കുന്നു. ഇനി ഉച്ചഭക്ഷണത്തിന് നേരം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ റെസ്റ്റ് ഏരിയ. അപ്പോൾ അവിടേക്ക് ഉള്ള യാത്രയിലാണ്. ഗൈസ്, അപ്പോൾ വെള്ളത്തിൽ കൂടെ ഓടി നടക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ താറാവും മറയനൊക്കെയാണ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഇവരെന്താ പറയണതെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി രസമൊന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. നല്ല രസമുണ്ട്. അപ്പോൾ റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ. ഹായ് ഗൈസ്, ഇപ്പോൾ നല്ല സീറ്റ് കിട്ടി എൻ്റെ ഫ്രണ്ടിലിട്ടാ. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇടയിൽ കൂടെ നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ കയറി കിട്ടാം. ചെറിയ ബോട്ട് കേട്ടോ, ഇതിന് മേലാണ് ഡ്രൈവർ. ഗൈസ്, അപ്പോൾ അവർ ബോട്ടിൽ കയറി വീണ്ടും ട്രാവലിംഗ് തുടങ്ങി. ചെറിയ ബോട്ടാണ്, ചെറിയ സർവീസ് ഉള്ളതെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ബോട്ട് യാത്രയൊക്കെ ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് ഐലൻഡിലേക്കുള്ള ടൂറ് എന്നൊക്കെ പറഞ്ഞത്.
അതുപോലെ നമ്മളിപ്പോൾ സുൽസാൻ എന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ട്രാവലിംഗ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങടിച്ച് ഇവിടെ റൗണ്ടടിച്ച് നമുക്ക് ചെറിയ ബോട്ടാണ് ജസ്റ്റ് സർവീസ് റീലൊക്കെ എടുത്ത് പോസ്റ്റ് അവിടെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യേണ്ടി മാത്രം സർവീസുള്ളൂ. ഇവിടെ എന്തോ വലിയ പരിപാടിയാണ്, ഫുൾ ഫ്ലാഗൊക്കെ ആയിട്ട് പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർക്ക് റീൽ പമ്പം പരിപാടി എന്നാണ് കണ്ടറിയും. ഭയങ്കര ചമ്മലുള്ള ആൾക്കാരാണ്. ഈ വ്ളോഗ് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എടുത്തതാണ്. ഓക്കെ അല്ല, നമ്മൾ ഒരു വീടിൻ്റെ അടി കൂടെ നമ്മൾ പാസ് ചെയ്ത് ഇത് തന്നെ നമ്മുടെ അടുത്ത സിനിമ നടി നാളെ രാവിലെ 10 മണിക്ക് ഇനി മറ്റേ ഇൻ്റർനാഷണൽ അവാർഡ് മേടിക്കാൻ പോകുന്ന ഒരു നായിക. ഇത് നാളെ 45 കോടി കയ്യിൽ മേടിക്കാൻ പോകുന്ന ഷിബോണ ഇവിടെ ചോദിച്ചേ. ആ ആണ്ട ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ ഷിബോണനെ കോണ്ടാക്ട് ചെയ്യുക. 45 കോടിയാണ് PA ഡ്രൈവറോ എന്തായാലും പുള്ളിക്കാൻ തരുന്നതായിരിക്കും. ശരിയല്ലോ, ഒരാളോട് വണ്ടി ഇട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓണത്തിന് പൂക്കള് ഒരു ലോഡ് പൂക്കളുണ്ട്. GTI പൊളപ്പാൻ. ഇവിടെ ബെഞ്ചും ഇതൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നു. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ട്രാവൽ കഴിഞ്ഞു, അവർ തിരിച്ചു പോവാണെന്നാണ് റൻസ പറയുന്നത് കേട്ടോ. ഭയങ്കര ഒച്ചയായതുകൊണ്ടാണ് ഞാൻ അത് വോയിസ് കട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും അവർ ഭയങ്കരമായിട്ട് ടയേർഡായി. വേണമെങ്കിൽ ഇനിയും പോകാനുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവർ ടയേർഡായതുകൊണ്ട് നാളെ റൻസോന് ജോലിക്ക് കയറാനുള്ളതുകൊണ്ടും അവർ യാത്ര തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയൊരു വീക്കെൻഡിൽ അടുത്ത ഒരു ഹോളിഡേക്ക് അവർ പിന്നെയും പോകുന്നതായിരിക്കും. അന്നേരം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വ്ളോഗ് എടുക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.